ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 1-ാം അധ്യായമാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അപ്പോൾ ഒരു സ്കന്ധം കഴിഞ്ഞു, അടുത്ത സ്കന്ധത്തിലോട്ട് കയറിയപ്പോൾ അതിന് ലക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ 7-ാമത്തെ സ്കന്ധത്തിൽ പറയുന്ന 15 അധ്യായങ്ങളാണുള്ളത്, അത്രയേ ഉള്ളൂ. അതിന് ഊതി എന്നാണ് ആ ലക്ഷണത്തിൻ്റെ അത് പേര് പറയുന്നത്. ഊതി എന്ന ലീല വർണ്ണിക്കുന്നു, ഭഗവാന്റെ ഊതികൾ എന്ന് പറഞ്ഞാൽ ഓരോ കർമ്മങ്ങളെ അനുസരിച്ച് ഉണ്ടാകുന്ന വാസനകൾ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോ വാസനകൾ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന ആ വാസനകൾ. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ശാപം കൊണ്ട്, എന്ന് വെച്ചാൽ അവർ നമ്മളെ ശപിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അശുഭവാസന. അതുപോലെ തന്നെ ശാപം പോലെ തന്നെ അനുഗ്രഹമുണ്ട്. അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ശുഭവാസന. അത് രണ്ടും വാസനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം കൊണ്ടുണ്ടാകുന്ന, നമുക്ക് കിട്ടുന്ന ശാപം കൊണ്ടുണ്ടാകുന്ന ഒരു വാസനയുണ്ടല്ലോ. ആർക്ക് കർമ്മം ചെയ്യുന്ന ഓരോരുത്തർക്കും അത് ഓരോ വാസന കൊണ്ടാണല്ലോ ആ കർമ്മം ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അത് എന്താണേലും അശുഭമായിരിക്കും അതിൻ്റെ പരിണിത ഫലം. അതുപോലെ നല്ല അനുഗ്രഹം ഉണ്ടാകാൻ ഭഗവാൻ അനുഗ്രഹം നമ്മൾ മൂത്തവരുടെ അടുത്ത്, ഗുരുക്കന്മാരുടെ അടുത്ത്, ബ്രാഹ്മണരുടെ അടുത്ത്, അതായത് വളരെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള നമ്മൾ ബ്രാഹ്മണരിൽ നിന്ന് തന്നെ കരുതിക്കോളൂ കേട്ടോ. പൂജ ചെയ്യുന്ന ബ്രാഹ്മണരിൽ നിന്നാണെങ്കിലും അവർ നിത്യേന ഭഗവാനെ അടുത്ത് കാണുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരെ വന്ദിക്കുന്നത് കൊണ്ട് അവരുടെ അനുഗ്രഹം, അതാണ് നമ്മളൊരു പുഷ്പാഞ്ജലി കഴിച്ച് നമുക്ക് പ്രസാദം തരുമ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും അവർ. അത് അനുഗ്രഹിക്കുന്ന അവരെന്നുള്ള വ്യക്തിയല്ല, ഭഗവാന്റെ പ്രതിച്ഛായ തന്നെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ദേവസ്വം ബോർഡൊക്കെ ദക്ഷിണ എന്ന് പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ പൂർവികരായിട്ടും ഉണ്ടായിരുന്നവർ തൊട്ട് ചെയ്തു വന്ന ആ ഒരു സിസ്റ്റം മാറ്റാതിരിക്കാനായിട്ട് നമ്മുടെ സന്യാസിമാരും ഒക്കെ അതിന് എതിരെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്, അതൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എത്ര ഉണ്ട് അതിൻ്റെ സത്യം എത്രയുണ്ടെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ, അത് വിഷയമല്ല. എന്നാലും അവരുടെ ഒരു അനുഗ്രഹം, ആ ബ്രാഹ്മണരുടെ ഒരു അനുഗ്രഹം, പൂജ ചെയ്യുന്നവരുടെ ഒരു അനുഗ്രഹം, അതും കൂടെ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നല്ലത് ചെയ്താലുള്ള അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നൊരു വാസനയുണ്ട്. അതുകൊണ്ട് അതാണ് ഈ അശുഭ ശുഭ എന്ന 2 വിധത്തിലാണ് വാസനകൾ. ആ മഹാന്മാരുടെ ശാപാദികൾ കൊണ്ട് ഒരു വാസനയുണ്ട്, അത് അശുഭവും അനുഗ്രഹ നിമിത്തം ശുഭവാസനയും. അത് വൈകുണ്ഠ ലോകത്തിൽ മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാരായ ജയനും വിജയനും എന്നു പേരായ 2 പേരുണ്ട്. അവർക്ക് സനകാദികളുടെ ശാപം കൊണ്ടുണ്ടായ ഒരു അശുഭവാസനയുണ്ടായി. അതിന് നിമിത്തം എന്താ വന്നത്? വൈഷ്ണവ വിഷ്ണുവിൻ്റെ വിദ്വേഷികളായി തീർന്നവർ അവിടുത്തെ പാർഷദന്മാരായിരുന്നു. പക്ഷേ മഹാന്മാരായ സനകാദികളുടെ ശാപം കൊണ്ട് ജയവിജയന്മാർ ഒരു അശുഭ ജന്മം അവർക്ക് എടുക്കേണ്ടി വന്നതും അതിനെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാനേ ഉള്ളൂ. ഏകദേശം 40 ചില്ലുവാനം 47 അധ്യായങ്ങൾ, 47 ശ്ലോകങ്ങളുള്ള അധ്യായമാണിത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം പ്രഥമോധ്യായം. രാജോവാച സമപ്രിയ സുഹൃദ് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധീത് വിഷമോ യഥാ. സമപ്രിയ സുഹൃദ് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധീത് വിഷമോ യഥാ. അല്ലയോ സർവജ്ഞ രാജാവ് ചോദിക്കുകയാണ്, അത് പരീക്ഷിത് രാജാവ് ചോദിക്കുകയാണ്, ബ്രഹ്മജ്ഞനായ ബ്രഹ്മർഷേ, ഭൂതങ്ങളുടെ സുഹൃത്തായിട്ടുള്ള സുഹൃത്ത് എന്ന് വെച്ചാൽ ഹിതം പറയുന്നയാൾ, ഹിതത്തിനെ കാക്ഷിക്കുന്നയാൾ സുഹൃത്ത്. നമ്മുടെ ഹിതത്തിനെ, നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ നന്മയെ കാക്ഷിക്കുന്ന ആളാരാണോ അതാണ് സുഹൃത്ത്. പ്രിയനും സമനുമായ ഭഗവാൻ ഈശ്വരൻ ഞാൻ തന്നെ, നമ്മൾ തന്നെയാണ്. വിഷമൻ എന്ന പോലെ, വിഷമഹ യഥ, വിഷം എന്ന പോലെ, ഇന്ദ്രസ്യ അർത്ഥേ, ഇന്ദ്രന് വേണ്ടിയിട്ട് അസുരരെ അവധീത് എങ്ങനെ വധിച്ചു, ഇന്ദ്രനെ എങ്ങനെയാണ്, ഇന്ദ്രസ്യാർത്ഥേ ഇന്ദ്രൻ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ അവധീത് എങ്ങനെ വധിച്ചു.
എന്നാണ് ആ ചോദ്യം. രാജാവ് ചോദിക്കുകയാണ്, പരീക്ഷിത് രാജാവ് ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ഈ ഊതി എന്ന് പറഞ്ഞ ലീല ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലാദ്യത്തെ 10 അധ്യായങ്ങൾ, 15 അധ്യായമുള്ള 10 അധ്യായങ്ങൾ കൊണ്ട് കോപത്തിന് പാത്രമായ അസുരൻ്റെ അശുഭവാസനയെയും അനുഗ്രഹത്തിന് പാത്രമായ അസുരപുത്രൻ്റെ, അതായത് പ്രഹ്ലാദൻ്റെ ശുഭവാസനയെയും രണ്ടും പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ശാപം കൊണ്ട് അശുഭവും ഉണ്ടായി, അനുഗ്രഹം കൊണ്ട് ശുഭവുമായി, ഒരേ കൂട്ടർ അസുരന്മാർ തന്നെ. അപ്പോൾ അതങ്ങനെ പറഞ്ഞാലല്ലേ അതിനൊരു എഫക്റ്റ് ഉള്ളൂ, അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം. ഇന്ദ്രപക്ഷത്ത് ചേർന്ന ദൈത്യന്മാരെ എങ്ങനെ വധിച്ചു? അതായത് ഭഗവാൻ സ്വയം തന്നെ എല്ലാ പ്രാണികളിലും സമഭാവനയോടെ ഇരിക്കുന്നവനാണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും അപഹിതം ചെയ്യേണ്ടവനല്ലേ, എന്നാലും എല്ലാവരിലും പ്രിയനും ആണെങ്കിലും ബന്ധു ശത്രുഭാവ ഭേദഭാവനയുള്ള സാധാരണക്കാരനെ പോലെ ഇന്ദ്രപക്ഷത്തിൽ നിന്ന് ചേർന്ന് ഈ ദൈത്യന്മാരെ എന്തിനാണ് വധിച്ചതെന്നാണ് രാജാവ് ഇപ്പോൾ ചോദിച്ചത്. നഹ്യസ്യാർദ്ധസുരഗണൈ സാക്ഷാൽ നിശ്രേയസാത്മന നൈവ ആസുരേഭ്യോ വിദ്വേഷോ നോദ്വേഗശ്ചാഗുണസ്യ ഹേ. നഹ്യസ്യാർദ്ധസുരഗണൈ, ആയതൊരുത്തന് പ്രയോജനമുണ്ടോ അവൻ ആരുടെ പക്ഷത്തിൽ ചേരും? അവരുടെ പക്ഷത്തിൽ ചേരും. പ്രയോജനം ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അവരുടെ പക്ഷത്തിൽ ചേരും, അവരെ ഹനിക്കും. ഇങ്ങനെയാണല്ലോ സാധാരണ ഒരു രീതി. ഭഗവാന്റെ പരമാർത്ഥമായ സ്വരൂപത്തെ എപ്പോഴും സുഖമായി ആനന്ദമായിരിക്കാൻ ദേവന്മാരെ കൊണ്ട് യാതൊരു ആവശ്യവും ഭഗവാനില്ല. ദേവന്മാരെ എപ്പോഴും സ്വതേ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാൻ ഈ ദേവന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, അങ്ങനെയില്ല. പക്ഷേ ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാന് അസുരന്മാരിൽ നിന്നോട്ട് ഭയവുമില്ല. രണ്ടുപേരുടെയും പക്ഷത്ത് നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വിദ്വേഷണത്തിനും കാരണമില്ല. അതായത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾക്ക് അധീനം ആയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഗുണവും ചിലരിലുള്ള വിദ്വേഷവും ചിലരിലുള്ള പ്രീതിയും ഉണ്ടാകുന്നുള്ളൂ. ഭഗവാൻ അത് ഉണ്ടാകാനുള്ള യാതൊരു കാരണവുമില്ല. രാജാവിൻ്റെ സംശയമാകട്ടെ ഇതൊക്കെ കൂടെ. ഇനി അടുത്ത ശ്ലോകം കൂടെ രാജാവിൻ്റെ സംശയമാണ്. ഇതി ന സുമഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയ സുമഹാൻ ജാതഃ. പിന്നെ സ വെട്ടിക്കളഞ്ഞിട്ട് തദ്ഭാവാൻ ഛേത്തുമർഹസി. ആ ലൈനൊന്ന് ശരിയാക്കി എടുക്കണം. സംശയ സുമഹാൻ ജാതഃ അവിടെ നിർത്തുക, എന്നിട്ട് സ വെട്ടിക്കളയുക, എന്നിട്ട് തദ് ഭവാൻ എന്നാക്കിയിട്ട് ഛേത്തും അർഹതി. അതായത് വാക്കുകളൊന്ന് പറയാം. സുമഹാഭാഗ ഇതി നഹ നാരായണ ഗുണാൻ പ്രതി സുമഹാൻ സംശയ ജാതഃ തത് ഛേദിപ്പാനായിട്ട് ഭവാൻ അർഹതി, അങ്ങ് യോഗ്യനാകുന്നു എന്ന് വെച്ചാൽ വാക്കുകളെല്ലാം കിട്ടിയല്ലോ. അല്ലയോ മഹാത്മൻ, ഈ കഥയെല്ലാം കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ചും ഏറ്റവും ഒരു ബലമായിട്ടൊരു വളരെ പ്രബലമായൊരു സംശയമുണ്ട്. അതിനെ യുക്തിപൂർവ്വം നിവാരണം ചെയ്യാൻ അങ്ങല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആ സംശയത്തെ ഒന്നില്ലാതാക്കി തരിക. ശ്രീ ശുക ഉവാച. അപ്പോൾ ശുകൻ മറുപടി പറയാൻ തുടങ്ങി. സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യത് ഭാഗവതമാഹാത്മ്യം ഭഗവത് ഭക്തിവർദ്ധനം. അത് പറയണ്ട, എല്ലാവർക്കും അറിയാം. ഗീയതേ പരമം പുണ്യം. പിന്നെ ഋഷിഭിർ നാരദാദിഭിഹി നത്വാ കൃഷ്ണായ മുനിയെ കഥയിഷ്യേ ഹരേ കഥാം. ഇനി അങ്ങ് പറയുകയാണ്, ഹരിയുടെ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചത് വളരെ ആ ചോദ്യം ഇഷ്ടപ്പെട്ടു. പ്രഹ്ലാദൻ്റെ ആ പരമപുണ്യവുമായ പ്രഹ്ലാദൻ്റെ ഭഗവത് ഭക്തചരിതം നാരദാദികളായ ഋഷികളാൽ കീർത്തിക്കപ്പെട്ടിരുന്നു. എൻ്റെ പിതാവും ആചാര്യനുമായ വ്യാസമുനിയെ നമസ്കരിച്ചുകൊണ്ട് ശ്രീഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ കഥ ഞാൻ അങ്ങയോട് പറയാം. അങ്ങനെ നിർഗുണോപി ഹ്യജോ വ്യക്തോ ഭഗവാൻ പ്രകൃതേ പരഃ സ്വം മായാഗുണമാവിശ്യ ബാധ്യബാധകതാം ഗതഃ. ഈ കുറച്ച് ശ്ലോകങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ പുസ്തകത്തിലുണ്ടോ എന്നറിഞ്ഞുകൂടാ, അവരത് എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനതുകൊണ്ടൊന്ന് വായിച്ച് വിട്ടേക്കാമേ. ഈ 5-ാമത്തെ ശ്ലോകം കഴിഞ്ഞിട്ട്
ജിഹ്വാം ലബ്ധ്വാപി യോ വിഷ്ണും കീർത്തനീയം ന കീർത്തയേത് ലബ്ധ്വാപി മോക്ഷനിശ്രേണിം ന സ ആരോഹതി ദുർമതിഹി. അത് ഒന്ന്. പിന്നെ തസ്മാത് ഗോവിന്ദമാഹാത്മ്യം ആനന്ദരസസുന്ദരം ശൃണിയാത് കീർത്തയേത് നിത്യം സ കൃതാർത്ഥോ ന സംശയ. തസ്മാത് ധീമൻ കഥാം പുണ്യാം ഗോവിന്ദചരിതാഞ്ജിതാം പുണ്യപ്രദാം യസ്മാത് ശൃണുഷ്വ നൃപസത്തമ. അത് അങ്ങനെ 3 ശ്ലോകങ്ങൾ ചില പുസ്തകങ്ങളിൽ കാണാം, ചില പുസ്തകങ്ങളിലില്ല. അത് ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. ഈ വേറെ ഒന്നും അതിനകത്ത് അർത്ഥമായിട്ട് പ്രത്യേകിച്ച് പറയാനില്ലെന്ന് പറഞ്ഞാൽ ഈ കാര്യം തന്നെ ഒന്നുകൂടി നാവുണ്ടായിട്ടും കൂടി കീർത്തിക്കുന്നതിന് യോഗ്യനായിട്ടുള്ള വിഷ്ണുവിനെ ആര് കീർത്തിക്കുന്നില്ലയോ ആ ദുർബുദ്ധിയാണ് അവൻ. ശരിക്കും പറഞ്ഞാൽ ആ ആൾ മോക്ഷമാർഗത്തിൽ തനിക്കൊരു കയറി പോകാനൊരു പടി കിട്ടിയിട്ടും അത് കയറാത്ത പോലെ ഉള്ള അവനായിത്തീരും. അതായത് ഹരിയെ ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നവൻ ഒരു മണ്ടനാണ് എന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. 6ാമത്തേതിനായിട്ട് നമ്മുടെ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്ന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. നിർഗുണോപി ഹി അജോ വ്യക്തോ നിർഗുണ അപി ഹി അജ അവ്യക്തോ എന്നാണ്. ഒന്നിച്ച് വായിച്ചാൽ മതി. നിർഗുണോപി ഹി അജോ വ്യക്തോ ഭഗവാൻ പ്രകൃതിഃ പര സ്വമായ ഗുണമാഭിശ്യ ബാധകതാം ഗതഃ. പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒരു ഗുണങ്ങളും ഈ ത്രിഗുണങ്ങളും ബാധിക്കാത്തവനും അജഹ ജന്മമില്ലാത്തവനും. അജ അത് ബ്രഹ്മാവിനും ആ പേരുണ്ട്, ജന്മമില്ല. ജന്മ ഇല്ലാത്തവനും അവ്യക്തനും ഒട്ടും തന്നെ കാണാൻ സാധിക്കാത്തവനും ആ ഈശ്വരൻ സ്വമായാഗുണം തൻ്റെ മായാഗുണത്തെ അതിനകത്ത് അധിവസിച്ചിട്ട് ബാധ്യന്മാരെക്കുറിച്ചും അവരുടെ ഭാവത്തെക്കുറിച്ചും പ്രവചിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. സത്വം രജസ്തമ ഇതി പ്രകൃതേന്നാത്മനോ ഗുണാഹ നതേഷാം യുഗപദ്രാജൻ ഹ്രാസ ഉല്ലാസയേവ. അങ്ങ് വായിക്കാം നമുക്കത്. അത് ഇതിനെക്കുറിച്ച് ഭഗവാന്റെ ഒരു ഗുണഗണങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അതൊന്നും ഇങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ അതൊന്നും ഓർത്തിരിക്കത്തില്ല. പിന്നെ അത് അതിനെക്കുറിച്ച് ഒത്തിരി നമ്മൾ കഥ പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ വിസ്തരിച്ച് പറയാം. ജയകാലേതു സത്വസ്യ ദേവർഷീൻ രജസോസുരാൻ തമസോ യക്ഷരക്ഷാംസി തത്കാല അനുഗുണോ ഭജത. ജ്യോതിരാതിരിവാഭാതി സംഘാതാൻ ന വിവിച്യതേ വിദന്തി ആത്മാനമാത്മസ്ഥം മഥിത കവയോന്തതഃ. ജ്യോതിരാതിരിവാഭാതി ആദിർ ഇവാഭാതി ആദിഹി ഇവാഭാതി ജ്യോതിരാദി ഇവ ആഭാതി സംഘാതാത് ന കേട്ടോ. സംഘാതാത് നാന്ന വാക്ക്. സംഘാതാന്ന വിവിച്യതേ വിദന്തി ആത്മാനമാത്മസ്ഥം. വിദന്തി ആത്മാനമാത്മസ്ഥം. വിദന്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നൊക്കെ. യഥാ ശുശ്രൂഷു പുരാത്മനഃ പരോ രജസൃജത്യേഷ പൃഥക് സ്വമായയാ സത്വം വിചിത്രാസു രിരം സുരീശ്വര ശയിഷ്യമാണസ്തമ ഈരയത്യസൗ. ഒന്നുകൂടെ വായിക്കാമേ. തെറ്റും തിരുത്താനൊന്നും ഇല്ലത്. യഥാ ശുശ്രൂഷു പുരാത്മനഃ പരോ രജസൃജത്യേഷ പൃഥക് സ്വമായയാ സത്വം വിചിത്രാസു രിരം സുരീശ്വരഃ ശയിഷ്യമാണസ്തമൈരയത്യസൗ. കാലം ചരന്തം സൃജതീശ ആശ്രയം പ്രധാനഭുംഭ്യാം നരദേവ സത്യകൃത. കാലം ചരന്തം സൃജതീശ ആശ്രയം പ്രധാനഭുംഭ്യാം നരദേവ സത്യകൃത്. യേഷ രാജന്നഭികാലയേശിതാ സത്വം സുരാനീകം ഇവ ഇധയത്യയ അത്യത തത്പ്രത്യനീകാൻ അസുരാൻ സുരപ്രിയോ രജസ്തമസ്കാൻ പ്രമീണോത്യുരുശ്രവാഹ. കാലം ചരന്തം സൃജതീശ ആശ്രയം
പ്രധാനപുംഭ്യാം നരദേവ സത്യകൃത യേഷ രാജന്നഭികാല ഈശിത സത്വം സുരാനീകമിവ ഇധ യത്യതഃ ഇവ ഇത യത്യത. വാക്കുകളൊന്നും വേർതിരിച്ചൊക്കെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. സുരാനീകമിവ ഏധയതി അത എന്നാണ് വാക്ക്. തത്പ്രത്യനീകാൻ അസുരാൻ സുരപ്രിയോ രജസമസ്കാൻ പ്രമീണോത്യുരുശ്രവാഹ അത്രൈവോദാഹൃതപൂർവം ഇതിഹാസസുരർഷിണ പ്രീത്യാ മഹാകൃതൗ രാജൻ പൃച്ഛതേ ജാതശത്രവേ. അല്ലയോ രാജാവേ, അജാതശത്രുവെ ധർമ്മപുത്രർക്കായിക്കൊണ്ട്, അജാതശത്രുവിന് ധർമ്മപുത്രർക്കായിക്കൊണ്ട് രാജസൂയത്തിൽ പണ്ട് ഒരു ഇതിഹാസ കഥയുണ്ട്. അല്ലെ രാജൻ ഈ സംഗതിയെക്കുറിച്ച് തന്നെ രാജസൂയത്തിൻ്റെ ആ സമയത്ത് ചോദ്യം ചെയ്ത അങ്ങയുടെ പിതാമഹനായ ധർമ്മപുത്രരോട് നാരദമുനി വളരെ പ്രീതിപൂർവം പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട്. അത് ഞാൻ അങ്ങയോട് പറയാം, സാവധാനം കേൾക്കുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഭഗവാന് ഒരു ഗുണത്തോടും പ്രത്യേകതയൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അസുരന്മാരോടൊരു ദേവന്മാരോട് കൂടി നിന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അസുരന്മാരെ വധിച്ചു എന്ന്. ദൃഷ്ട്വാ മഹാത്ഭുതം രാജസൂയേ മഹാകൃതോ വാസുദേവേ ഭഗവതി സായുജ്യം നമ്മൾ മലയാളികൾ പറയുന്ന സായുജ്യം ചേതി ഭുജഃ തത്രാസീനം സുരഋഷിം രാജ പാണ്ഡുസുതകൃതൗ പപ്രച്ഛ വിസ്മിതമന മുനീനാം ശൃണ്വതാമിതം. മഹായാഗമായ രാജസൂയത്തിൽ ഭഗവതി വാസുദേവേ, ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനായ വാസുദേവനിൽ, ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവതിയിൽ, ഭഗവാനിൽ, എങ്ങനത്തെ ഭഗവാനാണ്? വാസുദേവനായ ഭഗവാനിൽ ചേതി രാജാവിൻ്റെ മഹാത്ഭുതം സായുജ്യം ദൃഷ്ട മഹാത്ഭുതമായ സായുജ്യത്തെ കണ്ടിട്ട് രാജാവായ പാണ്ഡുസുതൻ ധർമ്മപുത്രർ വിസ്മയിച്ച മനസ്സോടുകൂടിയവനായിട്ട് ധർമ്മപുത്രർ ആസീന അവിടെ ഇരിക്കുന്ന നാരദ മുതലായ ഋഷിമാരോട് കേട്ടിരിക്കുന്നു. ഇതം പപ്രച്ഛ, ഇതിനെ ചോദിച്ചു, ഈ കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചു. എന്നതാ? രാജസൂയം നടന്നുകൊണ്ടിരുന്നപ്പോൾ മഹായാഗം കഴിച്ച സമയത്തിൽ ശിശുപാലൻ ഭഗവാൻ വാസുദേവനിൽ സായുജ്യം പ്രാപിച്ചതായ കഥയുണ്ടല്ലോ, കണ്ടിട്ട് അത്രയും ദുഷ്ടനായ അതിനെ ചക്രം കൊണ്ട് ഭഗവാൻ കൊല്ലുകയായിരുന്നു. ആശ്ചര്യയുക്തനായ ആ രാജാവ് നാരദരോട് ചോദിച്ചു, എന്താണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചു. യുധിഷ്ഠിരൻ, അത് കഥയാണ് പറയുന്നത് ഇപ്പോൾ കേട്ടോ. ആര് പറയുന്നത്? ശുകബ്രഹ്മർഷി അന്നുണ്ടായ രാജസൂയത്തിൽ നാരദരോട് ചോദിച്ചതും നാരദർ മറുപടി പറഞ്ഞതുമായ കഥയെ പറയാം. ആര് ചോദിച്ചതിന്? ധർമ്മപുത്രർ ചോദിച്ചതിന് മറുപടിയായിട്ട് പറയാം, ഞാൻ ഒരു കഥയായിട്ട് പറയാമെന്ന് പറഞ്ഞ് രാജാവിനോട് പരീക്ഷത്തിനോട് ശുകബ്രഹ്മർഷി പറയുന്നു. അത് വിട്ടുപോകരുത്. ശുകബ്രഹ്മർഷി പറയുന്നതാണ് ഈ കഥ. അതിനകത്തൊരു കഥ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഭാഗവതം മുഴുവൻ പോകുന്നത്. യുധിഷ്ഠിര ഉവാച, യുധിഷ്ഠിരൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അഹോ അത്യദ്ഭുതം ഹ്യേതത് ദുർലഭൈകാന്തിനാമപി വാസുദേവേ പരേ തത്വേ പ്രാപ്തിശ്ചൈദ്യസ്യ വിദ്വിഷ. ചൈദ്യൻ എന്ന് പറഞ്ഞാൽ ശിശുപാലൻ, ചേതിരാദിത്യ രാജാവ്. പ്രാപ്തി ചൈദ്യസ്യ വിദ്വിഷ. അതെന്താണ് ശിശുപാലനോട് ഇത്ര വിദ്വേഷം തോന്നിയതെന്ന് അവിടെ ഇരുന്നവരെല്ലാം ചോദിച്ചു. വാസുദേവൻ എന്താണ് അദ്ദേഹത്തോട് ഒരു ഇഷ്ടമില്ലായിക? ഏതത് വേദതുമിച്ഛാമാം സർവ ഏവ വയം മുനെ ഭഗവൻ നിന്ദയാ വേനോ ദ്വിജൈസ്തമസി ബാധിത. അതുപോലെ തന്നെ ആ വേനൻ എന്ന് പറഞ്ഞ കഥ നമ്മൾ കേട്ടതാണ്. ആ വേനന് അങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആ വിദ്വേഷം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതായത് ഇതിൻ്റെ രഹസ്യം അറിയാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഭഗവാനെ നിന്ദിച്ച വേനനെ ബ്രാഹ്മണൻ ശാപത്താൽ ദഹിപ്പിച്ച് നരകത്തിൽ വീഴ്ത്തുകയല്ലേ ചെയ്തത്? ആ അവസ്ഥ തന്നെയല്ലേ ശിശുപാലനും ഉചിതമായിരുന്നത്? ആ വേനനെ നരകത്തിൽ വീഴ്ത്തിയ പോലെ വീഴ്ത്തേണ്ടതല്ലായിരുന്നു. പക്ഷേ ഭഗവാനാൽ കൊല്ലപ്പെട്ടത് കൊണ്ട് സായുജ്യം പ്രാപിച്ചത് എന്തുകൊണ്ടാണെന്ന്, സായുജ്യം ലഭിച്ചതിന് കാരണം എന്താണെന്ന് പറയണമെന്ന്.
ദമഘോഷസുതപ്പാരഭ്യ കളഭാഷണാത് സംപ്രത്യമർഷി ഗോവിന്ദേ ദന്തവക്ത്രശ്ച ദുർമതി ശപതോരസകൃത് വിഷ്ണും യദ്ബ്രഹ്മ പരമവ്യയം ശ്വിത്രോ ന ജാതോ ജിഹ്വായാം നാന്ധം ബിവിശതുസ്തമഃ കഥം തസ്മിൻ ഭഗവതി ദുരവഗ്രാഹധാമനി പശ്യതാം സർവലോകാനാം ലയമീയതുരഞ്ജസ ഏതദ്ഭ്രാമ്യതി മേ ബുദ്ധിർ ദീപാർച്ചിരിവ വായുനാ ബ്രൂഹ്യേതദ്ഭുതതമം ഭഗവാൻ തത്ര കാരണം ഏതദ്ഭ്രാമ്യതി മേ ബുദ്ധിർ ദീപാർച്ചിരിവ വായുനാ അദ്ഭുതതമം ഭഗവാൻ തത്ര കാരണം. കിട്ടിയോ നിങ്ങൾക്കത്? ഏതദ് ഭ്രാമ്യതി മേ ബുദ്ധിർ അവിടെ നിർത്തുക. പിന്നെ ദീപാർച്ചിരിവ വായുന ബ്രൂഹ്യേതദ്ഭുതതമം അദ്ഭുത കഴിഞ്ഞിട്ട് കോമ ഇട്ടു അപ്പോൾ ശരിയാകും. ബ്രൂഹ്യേതദ്ഭുതതമം ഭഗവാൻ പിന്നെ സേവും പൂജ്യം ഒന്നും വേണ്ട. ഭഗവാൻ തത്ര കാരണം. വളരെയധികം പാപിയായ ശിശുപാലനും വളരെ ദുർബുദ്ധിയായ ഈ ദന്തവക്ത്രനും ബാല്യത്തിൽ സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ എപ്പോഴും ഗോവിന്ദനിൽ വിരോധികളായിരുന്നു. എപ്പോഴും ഭഗവാനോട് വിരോധമായിരുന്നു അവർക്ക്. ആ പരബ്രഹ്മ സ്വരൂപനായ വിഷ്ണുവിനെ നിരന്തരം നിന്ദ ചെയ്ത് അവരുടെ നാക്കിൽ അന്ധകാരാവൃതമായ നരകത്തെ പ്രാപിക്കുമേ അല്ലേ വേണ്ടത്. അതുപോലെ അവരുടെ നാവ് പുഴുത്തു പോവുകയല്ലേ വേണ്ടത്, കുഷ്ഠം വരികയല്ലേ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല ആരാലും അറിയപ്പെടാൻ കഴിയാത്ത മഹിമയോടുകൂടിയ ഭഗവാന്റെ സായുജ്യം ഭഗവാനിൽ തന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കെ ലയിച്ച് ചേരുന്ന ഒരു അവസ്ഥ വന്നു. ഈ സംഗതിയെക്കുറിച്ച് എന്താണ് എൻ്റെ ബുദ്ധി ഇങ്ങനെ കാറ്റിൽ ഉലയുന്ന പോലെ തോന്നുന്നു. എൻ്റെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നു. ഇതെന്താണ് കാരണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞു തരിക. അപ്പോൾ ശുക ബ്രഹ്മർഷി പറയുന്നു. ശ്രീ ശുക ഉവാച രാജ്ഞസ്തദ്വച ആകർണ്യ നാരദോ ഭഗവാൻ ഋഷി തുഷ്ടപ്രാഹ തമാഭാഷ്യ ശൃണ്വത്യാസ്തൽസദഃ കഥാ ശൃണ്വത്യാഹ തത്സദഃ കഥാ. സദസ് സദഹ എന്ന് പറഞ്ഞാൽ സദസ് എന്നാണ് അർത്ഥം കേട്ടോ. ഇവിടെ സദഹ, ഇവിടെ ശൃണ്വത്യാ തത് സദ കഥ. ആ സദസ് കേട്ടിരിക്കെ കഥകളെ പറഞ്ഞു. എല്ലാവരും കേട്ടിരിക്കെ ശുകബ്രഹ്മർഷി നാരദരി കഥ പറഞ്ഞു. എന്താണെന്ന് കാരണം എന്താണെന്ന് നാരദരോടാണ് ചോദിച്ചത്. ധർമ്മപുത്രർ ആ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീ ശുക ഉവാച ഇങ്ങനെ പറയുക. അത് കേട്ട് പറഞ്ഞു കൊടുത്തു. ശ്രീ നാരദ ഉവാച. നാരദൻ അപ്പം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ശുകൻ പരീക്ഷത്തിനോട് ചോദിക്കുക, ആ നാരദര് പറഞ്ഞ കഥ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നിന്ദന തവ സത്കാരണ്യക്കാരാർത്ഥം കളേബരം. നിന്ദന സ്തവ സത്കാരണ്യക്കാരാർത്ഥം കളേബരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. അല്ലേ രാജാവേ, പ്രകൃതി പുരുഷന്മാരുടെ ആ വേർതിരിവില്ലാത്തത് കൊണ്ട് തവം ആ ഗുണകീർത്തനം, ആ സത്കാരം ബഹുമാനം, ഞെക്കാരം തിരസ്കാരം. സത്കാരം എന്ന് പറഞ്ഞാൽ ബഹുമാനം, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞെക്കാരം, അത് തിരസ്കരിക്കുന്നത്. ഇവർക്കായിക്കൊണ്ട് ശരീരം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹിംസ തദഭിമാനേന ദണ്ഡപാരുഷയോർ യഥാ വൈഷമ്യമിഹ ഭൂതാന മമാഹമിതി പാർത്ഥിവ. ഹിംസ തദഭിമാനേന ദണ്ഡപാരുഷയോർ യഥാ വൈഷമ്യം ഇഹ ഭൂതാന മമാഹമിതി പാർത്ഥിവ. അല്ലയോ രാജാവേ, സാധാരണ ജനങ്ങൾ ശരീരത്തെ ആത്മത്വേന വിചാരിക്കുന്നു, ശരീരത്തെ ആത്മാവായിട്ട് വിചാരിക്കുന്നു. സ്വശരീരത്തിൽ ഞാനെന്നും പരശരീരത്തിൽ അന്യൻ്റെ ഭാര്യയെന്നും അന്യൻ്റെ അതെന്നും വിചാരിക്കുന്നു. ഈ ഭാവത്തിന് അഭിമാനമെന്നാണ് പേര്. അങ്ങനെ കുറേ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്നിബദ്ധോഭിമാനോയം തദ്വധാത് പ്രാണിനാം മതഃ തഥാ ന യസ്യ കൈവല്യാത് അഭിമാനോഖിലാത്മനഃ പരസ്യ ദമകർത്തുർഹി ഹിംസാ കേനാസ്യ കൽപ്യതേ. എന്നിബദ്ധോഭിമാനോയം തദ്വധാത് പ്രാണിനാം മതഃ
തഥാ യസ്യ കൈവല്യാത് അഭിമാനോഖിലാത്മനഃ പരസ്യ ദമകർത്തുർഹി ഹിംസ കേനാസ്യ കൽപ്യത. എല്ലാ വാക്കും കിട്ടിയില്ലേ? അതിനർത്ഥം ഇതാണ്: ഏതൊരു ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ, എൻ്റെ ശരീരം ഞാനാണെന്നും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇതാണെന്നും അത് ഞാനാണെന്നും അറിവില്ലാത്തവർ ഉറപ്പിച്ചു വയ്ക്കുന്നു. ആ ശരീരത്തിൻ്റെ വധം, ആ ശരീരം ഇല്ലാതാക്കുന്നത് കൊണ്ട് പ്രാണികളെ വധിച്ചു എന്ന് ലോകത്തിൽ വ്യവഹാരമുണ്ടാകുന്നു. അല്ലേ? ഒരെണ്ണത്തിനെ അതിനെ ഇല്ലാതാക്കിയാൽ പ്രാണികളെ വധിച്ചു, അതൊരു ഹിംസയാണെന്ന് ലോകരൊക്കെ പറയുന്നു. എല്ലാത്തിനും അദ്വിതീയനും എല്ലാത്തിൻ്റെയും ആത്മാവും അഖിലത്തിൻ്റെയും ആത്മാവുമായിരിക്കുന്ന ഈശ്വരന് ശരീരത്തിനകത്ത് അഭിമാനമില്ല. ഈശ്വരൻ അങ്ങനെ ഞാൻ ശരീരമാണെന്നുള്ള അഭിമാനമില്ല. കാരണം ഈശ്വരന് ശരീരമില്ലല്ലോ. പിന്നെ ദൈത്യാദികളെ വധിക്കുന്നത് അവർക്ക് ഹിതത്തിന് വേണ്ടിയിട്ട് മാത്രം, അത് അവരുടെ, അതായത് ദൈത്യന്മാരുടെ ഇഷ്ടത്തിന്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്രകാരമുള്ള ഭഗവാനെ ഹിംസിപ്പാൻ ആർക്കാണ് കഴിയുന്നത്? എങ്ങനെ സംഭവിക്കും? അവിടെ കൊണ്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. ഹരി ഓം.